കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, മനുഷ്യരിൽ പലരും പറയുന്ന വാക്കുകൾ നിറവേറ്റുവാൻ അവരെ കൊണ്ട് സാധിക്കുകയുമില്ല, അവർ നിറവേറ്റുകയും ഇല്ല. ചില സമയങ്ങളിൽ നമുക്കൊണ്ടും അതുതന്നെയാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല, പറയുന്ന വാക്ക് നിവർത്തിക്കാതിരിക്കുകയില്ല എന്ന് ഈ വചനത്തിൽ നിന്ന് കാണുന്നു. അവിടെ പറയുന്നു, പക്ഷേ ഇസ്രായേലരെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ അത് അവൻ നിവർത്തിക്കുകയും ചെയ്യും. ആത്മീക ഇസ്രായേലരായ നമ്മയും അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഗീതം. പക്ഷേ കർത്താവ് നമുക്ക് അത് ചെയ്യുകയും ചെയ്യും. ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുന്നു എങ്കിലും വീണ്ടും വീണ്ടും ഒരിക്കൽ ക്ഷമിച്ച് വീണ്ടും വീണ്ടും നാം ആ പാപം ചെയ്യുമ്പോൾ കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വീണ്ടും വീണ്ടും നമ്മോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നാം അത് മറന്നു കളയാറുണ്ട്, ക്ഷമിക്കാറുണ്ട്. പക്ഷേ നാം ദൈവസന്നിധിയിൽ കൊടുത്ത വാക്ക് അനുസരിക്കാതെ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് വീഴുമ്പോൾ അത് ദൈവം ഒരിക്കലും അനുതപിക്കുകയില്ല എന്ന് ദൈവവചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് കർത്താവ് എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും തക്ക സമയത്ത് ദൈവം നമുക്കത് ചെയ്തു തരും, നിവർത്തിക്കുകയും ചെയ്യും. പക്ഷേ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരായിട്ട് കാത്തിരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നതാണ് ദൈവഗീതമെന്ന് അങ്ങയുടെ വചനം പറയുന്നു. ഞങ്ങൾ കർത്താവെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ കുറ്റമറ്റവരായി അല്ലെങ്കിൽ വചനത്തിന് അനുസരണമുള്ളവരായി അങ്ങയുടെ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കാത്തിരിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് നിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ട് പോകുന്നവരായിട്ടല്ല, എപ്പോഴും നിൻ്റെ വരവ് വരെ അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെയും നിൻ്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.